ശരിക്കും നമ്മുടെ ഈ മണി നമ്മൾ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ഒരു ബെസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണിത്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആൾക്കാർ ശരിക്കും കോർപ്പറേറ്റ്സ് ഒക്കെ അവരെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്നതെന്നും അത് എങ്ങനെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു അടിപൊളി എക്സ്പെരിമെൻറ്റാണ്. സോ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി നിങ്ങളെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പേഴ്സണൽ ഫൈനാൻസിലൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കേണ്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് ഡാൻ ഏരിയലി എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ എക്കോണമിസ്റ്റ് 2008 ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഈ ഒരു എക്സ്പെരിമെന്റും ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ടും ആണ് നമ്മളെ നല്ല രീതിയിൽ നെട്ടിക്കുന്ന ഒരു കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു എക്സ്പെരിമെന്റ് ഒരു ലോ ക്വാളിറ്റി വൈൻ എടുത്തിട്ട് 2 ബോട്ടിലാക്കി അല്ലെങ്കിൽ 2 ഗ്ലാസ്സിലാക്കിയിട്ട് എന്താക്കാൻ തുടങ്ങി, സെല് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എടുത്തിട്ട് 2 ടീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്ക് എന്താക്കി, ഒരു ടീമിന് ഒരു ഗ്ലാസ്സിൽ ഒരു വൈനാക്കിയിട്ട് ആ സെയിം വൈൻ തന്നെ 2 ഗ്ലാസ്സിലും ആക്കിയിട്ട് ആ വൈന് ഒരു $5 സെല് ചെയ്തു, അതുപോലെ തന്നെ $45 സെല് ചെയ്തു. സെയിം വൈൻ സെയിം ക്വാളിറ്റി 2 പ്രൈസിലായിട്ട് 2 പേർക്കായിട്ട് അത് സെല് ചെയ്തു. അതിനുശേഷം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതെന്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് മൊത്തത്തിൽ ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള രീതിയിൽ കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം അവർ ചോദിച്ചു, ഈ എക്സ്പെരിമെൻ്റ് നടത്തിയവർ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആ വൈൻ, ഏതായിരുന്നു സൂപ്പർ, ഏതായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളത്. ഒബ്വിയസ്ലി ഏറ്റവും 95% ആൾക്കാരും പറഞ്ഞത് ആ $45 വൈനാണ് അടിപൊളി, $5 അത്ര പോരാ. ആക്ച്വലി 2 വൈനിൻ്റെയും ക്വാളിറ്റി സെയിം ആയിരുന്നു. സോ മണി ഇത്രത്തോളം നമ്മളെ ബിഹേവിയർ ആയിക്കോട്ടെ നമ്മളെ ഓരോ ഇമോഷനെ വരെ എന്താക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ പല സാധനങ്ങളും വാങ്ങുന്നത് എമൗണ്ട് കൂടിയ ബേസിലാണെങ്കിൽ ആക്ച്വലി അവിടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല അവർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ കോർപ്പറേറ്റ്സുകളായിക്കോട്ടെ വലിയ കമ്പനീസ് ആയിക്കോട്ടെ അവർ മോസ്റ്റ്ലി ചിലവഴിക്കുന്ന പൈസ അവരെ മാർക്കറ്റിങ്ങിലല്ല. മോർ ദാൻ ദാറ്റ് അവർ കൊടുക്കുന്നത് അവരെ നമ്മുടെ മനുഷ്യനെ കുറിച്ചും നമ്മളെ ബ്രെയിനെ കുറിച്ചും നമ്മളെ ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് അവർ പഠിക്കുന്നത് എന്തിനായിരിക്കും, നമ്മളെ കൃത്യമായി മനസ്സിലാക്കി നമ്മളെ കസ്റ്റമേഴ്സിനെ കൃത്യമായി മനസ്സിലാക്കിയാലേ അവരെ ബ്രാൻഡിനെ അവർക്ക് കൃത്യമായി പൊസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം കോർപ്പറേറ്റ് കമ്പനീസ് ഒന്നും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആഡ് ഇത് വാങ്ങും എന്നല്ല, അവർ അങ്ങനെയല്ല സെല് ചെയ്യുന്നത്. അവർ സെല് ചെയ്യുന്നത് കറക്റ്റ് എക്സാക്ട്ലി നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഇമോഷൻ മനസ്സിലാക്കിയാണ് അവർ സെല് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ആലോചിക്കുന്ന സമയത്ത് ആക്ച്വലി ഇങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ എൻഡിൽ അവർ ഇത്രയും ആൾക്കാരോട് ചോദിച്ച സമയത്ത് അവരെല്ലാവരും ഈ $45 വൈനാണ് അടിപൊളി എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി അവിടെ ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ള. സോ ഇതേപോലെ നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ സർവീസുകളായിക്കോട്ടെ ഇതിലൊക്കെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, മോഡലുകളെ കൊണ്ട് ഒരുപാട് കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ നമ്മൾ ആൾക്കാർ വാങ്ങാനുള്ള സാധ്യത എന്താ, അത് ആ ഒരു മോഡൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസർ അത് വാങ്ങിയിട്ടുണ്ട്, ഞാനൊന്ന് വാങ്ങട്ടെ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളെ ബ്രെയിൻ ആക്ച്വലി 2 സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ഓൾറെഡി കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ബ്രെയിന് പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻ. സോ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടി വരുന്ന സമയത്ത് നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ പ്രൈസിന് നമ്മൾ ടേസ്റ്റ് വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ആ ഒരു $5 $45 വന്ന സമയത്ത് ആൾക്കാരെ ടേസ്റ്റിന് വരെ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, പ്രൈസിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ അവിടെ ബ്ലൈൻഡ്ലി ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്, നമ്മൾ ഓവർ സ്പെൻഡിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾ ബ്രാൻഡ് പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി വേണം പൊസിഷൻ ചെയ്യാൻ. ജസ്റ്റ് പ്രൈസ് കുറഞ്ഞ രീതിയിൽ പൊസിഷൻ ചെയ്തുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവണം, അതായത് ഓവർ കച്ചവടം നടന്നുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവണമെന്നില്ല. സോ അതിൽ ഒരുപാട് ടേംസ്, അത് നമുക്ക് ബീപ്പിൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റിൻ്റെ മുകളിലായിരിക്കണം, നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റബിലിറ്റി വരണം. ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നോക്കിയിട്ട് കൃത്യമായി മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ പൊസിഷൻ ചെയ്യാൻ. സോ ആക്ച്വലി നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് $10 ചായ കിട്ടും, $200 ചായ കിട്ടും, മനസ്സിലായി. ആ ഒരു ഡിഫറൻസ് എന്താ, ആക്ച്വലി 2 ചായ നോക്കുന്ന സമയത്ത് ആ $10 ചായ അടിപൊളിയാണെങ്കിൽ തന്നെ നമ്മളെ ഒരുപാട് പേടുത്ത മനുഷ്യന്മാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ ബോധർ ചെയ്യുന്നത് പ്രൈസ് തന്നെയാണ്. സോ നിങ്ങളെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മേ ബി നിങ്ങൾ എന്താക്കാം, ബാധിച്ചേക്കാം.
സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു രസകരമായിട്ടുള്ള എക്സ്പെരിമെന്റ് പറയാന്നുള്ളതും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ കൃത്യമായി നിങ്ങളെ ബിസിനസ്സിനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ഏത് ലെവലിലേക്ക് ഏത് രീതിയിൽ പൊസിഷൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് പ്രൈസിൽ വെക്കണം, ഏത് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം, ഡയറക്റ്റ് സെല്ലിംഗ് ആണോ വേണ്ടത്, അത് ഇമോഷൻ ബേസ്ഡ് വേണം ചെയ്യാൻ. സോ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലത്തെ ഇത് റിലേറ്റ് ചെയ്ത എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല സപ്പോർട്ടാണ്. ഞാൻ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറൗണ്ട് വളരെ വ്യൂസ് കുറവും സബ്സ്ക്രൈബേഴ്സ് കുറവും കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ കൺസിസ്റ്റന്റ് ആയി ചെയ്തപ്പോൾ എനിക്ക് ആ റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. സോ ഒരുപാട് പേരെ സപ്പോർട്ട്, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു.